ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ടുള്ളതുമായ റെസിപ്പിയാണ് ഷാഹി പനീർ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാ പേരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു തക്കോലം, പട്ടയുടെ ലീഫ്, 2 ഗ്രാമ്പു, 1 ഏലക്ക, 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മല്ലിയിലയുടെ തണ്ടാണ് ഇടുന്നത്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 10 അണ്ടിപ്പരിപ്പ്, 3 വറ്റൽമുളക് മുറിച്ചത്, ഇത്രയും ചേർത്തൊന്ന് വഴറ്റി നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കണം. തൈരൊക്കെ നന്നായിട്ടൊന്ന് ഉടയട്ടെ. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ സവാളയെല്ലാം തണുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള പട്ടയുടെ ലീഫ്, പട്ട, ഗ്രാമ്പു ഇതെല്ലാം എടുത്ത് മാറ്റണം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അതും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ മുറിച്ചത്, അരിയൊക്കെ കളഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. സ്റ്റൗ സിമ്മിലായിരിക്കണം, കൂടിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ തൈരിൻ്റെ മിശ്രിതവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിലുള്ള മല്ലിയുടെയും മുളകിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സ്റ്റൗ കുറച്ച് വെച്ച് തന്നെ ചെയ്യണം. അതൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടട്ടെ. അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും, അപ്പോഴാണ് അതിൻ്റെ പരുവാവുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കൂട്ടും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ തേനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. തേനില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, മധുരത്തിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മേത്തി ലീവ്സും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പനീർ വാങ്ങുമ്പോൾ എപ്പോഴും പൊട്ടിച്ച് നമ്മൾ പച്ചവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾ കറിയിലിടേണ്ടത്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, പനീർ ഉടഞ്ഞു പോവാതെ. ഇതൊന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട്. ഇപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മേത്തി ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.